ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലായിരിക്കുന്നത് ഒരു മീനെ, പുഴയിൽ കിടക്കുന്ന ഒരു മീനെ എടുത്ത് കരയിലേക്ക് എടുത്തിടുന്നതിന് തുല്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ജീവൻ പ്രാണന് വേണ്ടി പടയാൻ തുടങ്ങും. ദൈവാനുഭവമുള്ള ഒരു വ്യക്തി ലോക സന്തോഷങ്ങളിൽ കഴിയുന്നത് ഈ മീൻ കിടന്ന് പിടയ്ക്കുന്നതിന് തുല്യമാണ്. ദൈവാനുഭവമുള്ള വ്യക്തിയുടെ സന്തോഷം ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം സ്വന്തം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ടത് ലോകം നൽകുന്ന സന്തോഷമല്ല, നമ്മളെ നയിക്കേണ്ടത് ദൈവം നൽകുന്ന സന്തോഷമാണ്. സഹനങ്ങളെ ബോധപൂർവം യേശുവിനെ പ്രതി സ്വീകരിക്കാനായിട്ട് കഴിയണം. നീ ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കുക. നീ ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കുമ്പോൾ നിന്റെ സഹനത്തിന് അർത്ഥം ഉണ്ടാവും, നിന്റെ ഒറ്റപ്പെടലിന് അർത്ഥം ഉണ്ടാവും, ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾക്ക് അർത്ഥമുണ്ടാകും. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കണ്ടാൽ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ദൈവം വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി, ദൈവത്തോടുള്ള ബന്ധത്തെ പ്രതി പലതിനെയും ഉപേക്ഷിക്കാൻ നിന്നെ പ്രേരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ ഏറ്റവും വിലപ്പെട്ട ദൈവത്തിന് വേണ്ടി പലതും ഉപേക്ഷിക്കുവാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കും. ബൈബിളില് മത്തായിയുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ 44 മുതലുള്ള തിരുവചനമാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ അവനെല്ലാം കൊടുക്കും, എല്ലാം വിറ്റ് തീർക്കുന്ന സന്തോഷത്തോടെ. കാരണം അവന് വേണ്ടി കാത്തിരിക്കുന്ന, അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വലിയ നിധിയാണ്. ഇതുപോലെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഏറ്റവും വിലപ്പെട്ട യേശുക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും നീ ഉപേക്ഷിക്കുമ്പോൾ, അത് സന്തോഷത്തോടെ ഉപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഏറ്റവും വിലപ്പെട്ട സന്തോഷമായ ഈശോ നിന്റെ സ്വന്തമായിട്ട് മാറും. കത്തോലിക്ക സഭയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പീറ്റർ ബെർണാർഡിന്റെ മുമ്പില് തന്റെ ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു വെച്ച് ഈ പുറത്തേക്കിറങ്ങുന്ന ഫ്രാൻസിസ് അസീസിയുടെ സന്തോഷമുണ്ട്. തൻ്റെ ജീവിതത്തിന്റെ സ്വന്തമായതെല്ലാം അപ്പന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഏറ്റവും വിലപ്പെട്ട ദൈവത്തെ സ്വന്തമാക്കാൻ സന്തോഷത്തോടു കൂടി ഇറങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് ക്ലാര പൊണ്ടിവതിയെ കുറിച്ച് പറയുന്നത്. വീട്ടിൽ നിന്ന് ഓടിപ്പോയി തൻ്റെ മുടി പോലും മുറിച്ചു നിൽക്കുന്നത് ഏറ്റവും വിലപ്പെട്ട ദൈവത്തിന് വേണ്ടിയാണ്. അങ്ങനെ അന്ന് മുതൽ അവളുടെ കുടുംബത്തെക്കാളും അവൾക്ക് ഈശോ വിലപ്പെട്ടതായിട്ട് മാറി. കാരണം വില കൊടുത്ത് യേശുവിനെ അവൾ സ്വന്തമാക്കി. വിശുദ്ധ അമ്മ ത്രേസ്യയെ കുറിച്ച് പറയുന്നത്, വളരെ ചെറുപ്പത്തിൽ തന്നെ 7-ാമത്തെ വയസ്സ് മുതൽ ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ നിധിയായിട്ട് ഈ സ്വർഗത്തെയും യേശുവിനെയും സ്നേഹിക്കാൻ അവൾ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധിയായിട്ട് ദൈവത്തെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. ആത്മശോധന ചെയ്യണം. നമുക്കിന്ന് മറ്റു പലതും വിലപ്പെട്ട നിധിയായിട്ട് കാണുന്നത് കൊണ്ട് ദൈവസ്നേഹവും ദൈവാനുഭവവും അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയവും ഒക്കെ സന്തോഷമായിട്ട് കാണാറില്ല. ജീവിതത്തിൽ ദൈവം വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ നിന്റെ കണ്ണുനീരിൽ പോലും ഒരു ദൈവാനുഭവം കാണാൻ പറ്റും. നിന്റെ സഹനങ്ങളിൽ പോലും സന്തോഷിക്കാനായിട്ട് കഴിയും. നിന്റെ ഒറ്റപ്പെടലിൽ പോലും ദൈവത്തെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത്, എനിക്ക് ഒറ്റപ്പെട്ടപ്പോഴും വിഷമമില്ലായിരുന്നു, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും വിഷമമില്ലായിരുന്നു. കാരണം എനിക്ക് പ്രിയപ്പെട്ടവൻ എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദൈവാനുഭവത്തിന് അത്രമാത്രം വില കൊടുത്തുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ സന്തോഷം ഉള്ളിലായിരുന്നു. അത് ഒളിപ്പിച്ചു വെച്ച നിധി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിധിയാണ്. അവന്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിലൊളിപ്പിച്ച ഈശോയെ നിധിയായിട്ട് കാണുന്നവർക്ക് പുറമേയുള്ള ദുഃഖങ്ങളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടലുകളും നിസ്സാരമായിട്ട് കാണാനായിട്ട് കഴിയും. നിനക്ക് വേദനകളെ നിസ്സാരമായിട്ട് കാണണമെങ്കിൽ ദൈവത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധിയായിട്ട്, ലോകത്തെ ഉപേക്ഷിക്കുന്നത് വിലപ്പെട്ടതായിട്ട് നമ്മൾ കാണരുത്. യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി ലോകത്തെ ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കണമെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാക്കിയാൽ സർവവും നഷ്ടമായിട്ട് കരുതുന്നു, ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളെയും മുറിവുകളെയൊക്കെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ
ദൈവസ്നേഹം അനുഭവിക്കുന്നതിന് വേണ്ടി കാഴ്ചയായിട്ട് സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു എന്ന നിധിയെ പ്രതി ഈ വേദനകളെയെല്ലാം സ്വീകരിക്കുവാനായിട്ട് നിനക്ക് കഴിയും. ദൈവത്തിന് വേണ്ടി സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി ദൈവവുമായിട്ട് മാറുമ്പോൾ ജീവിതത്തിന് അത്രമാത്രം സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിശുദ്ധി പാലിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കുന്ന ബന്ധങ്ങളും സുഖങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളെ വിലപ്പെട്ടതായിട്ട് മാറും. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചില ബന്ധങ്ങളെപ്പോലും മുറിച്ചു കളയുമ്പോൾ, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ലോക സന്തോഷങ്ങളെ ത്യജിച്ച് കഴിയുമ്പോൾ, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശരീരത്തിന്റെ ശാരീരിക സന്തോഷങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അതും വിലയാണ്. അപ്പോൾ ഏറ്റവും വലിയ വേദനയാണത്. വിശുദ്ധി പാലിക്കാൻ വേണ്ടി ചിലതൊക്കെ മുറിച്ചു കളയുക, വിശുദ്ധി പാലിക്കാൻ വേണ്ടി ചിലതിനെ ഉപേക്ഷിക്കുക. വേദനയോടുകൂടി ആയിരിക്കും ഒരു പക്ഷേ നീ ഉപേക്ഷിക്കുന്നത്. പക്ഷേ നിന്റെ ദൈവത്തിന് വേണ്ടി നീ അത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് മാറുകയാണ്. സ്വന്തം ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നത് ഒരുപക്ഷെ ദൈവാനുഭവം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് തീരും. യേശുവിനെ കുറിച്ചുള്ള സ്നേഹത്തെ പ്രതി അതുകൊണ്ടാണ് പല വിശുദ്ധ ഈജിപ്തിലെ വിശുദ്ധ സെയിന്റ് ആന്റണിയെ കുറിച്ച് പറയുന്നത്. ഈ ആന്റണി പറയുന്നുണ്ട് ഒരിക്കല്, അതായത് ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലായിരിക്കുന്നത് ഒരു മീൻ, പുഴയിൽ കിടക്കുന്ന ഒരു മീനെ എടുത്ത് കരയിലേക്ക് എടുത്തിടുന്നതിന് തുല്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ജീവൻ പ്രാണന് വേണ്ടി പെടയാൻ തുടങ്ങും. ദൈവാനുഭവമുള്ള ഒരു വ്യക്തി ലോക സന്തോഷങ്ങളിൽ കഴിയുന്നത് ഈ മീൻ കിടന്ന് പിടയ്ക്കുന്നതിന് തുല്യമാണ്. ദൈവാനുഭവമുള്ള വ്യക്തിയുടെ സന്തോഷം ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം സ്വന്തം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ടത് ലോകം നൽകുന്ന സന്തോഷമല്ല, നമ്മളെ നയിക്കേണ്ടത് ദൈവം ദൈവം നൽകുന്ന സന്തോഷമാണ്. വീണ്ടും അധികാരങ്ങളും പ്രശസ്തിയും ലഭിക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ഈ ദൈവാനുഭവമുള്ള ഒരു വ്യക്തി ഓടി മാറാനായിട്ട് പരിശ്രമിക്കും. അതായത് ഏറ്റവും കൂടുതൽ വില ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരത്തിന് ആവശ്യമില്ല, നമുക്ക് പ്രശസ്തിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് മഹത്വം. അവൻ വളരുകയും സ്നാപകയോഹന്നാന്റെ മനോഭാവമാണ്. എല്ലാവരും സ്നാപകയോഹന്നാന്റെ അടുക്കൽ വരുന്ന സന്ദർഭത്തിലാണ് ഈശോ സ്നാനമേൽക്കുന്നത്. ഈശോയെ തിരിച്ചറിഞ്ഞ ഉടനെ സ്നാപകയോഹന്നാന്റെ മനോഭാവമാണ്, എൻ്റെ സന്തോഷം പൂർണ്ണമായി. എല്ലാവരും അവൻ്റെ അടുക്കലേക്ക് പോകുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അവൻ്റെ പാദങ്ങൾ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറയുന്നത് ഈ സ്വന്തം അംഗീകാരങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനങ്ങളെയും പ്രശസ്തികളെയും അംഗീകാരങ്ങളെയും ജീവിത ഭാഗമായിട്ട് സ്വീകരിക്കാതെ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ സഹനങ്ങളെ ബോധപൂർവം യേശുവിനെ പ്രതി സ്വീകരിക്കാനായിട്ട് കഴിയണം. അതായത് വലിയ വില കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് എല്ലാം സഹനങ്ങളെ ദൈവത്തിന് കാഴ്ചവെക്കും. അൽഫോൻസാമയുടെ ജീവിതത്തിന് പ്രത്യേകതയാണ് സഹനങ്ങളെ ഈശോയ്ക്ക് കാഴ്ചവെച്ചു. ഫൗസ്റ്റീന സഹനങ്ങളെ ഈശോയ്ക്ക് കാഴ്ചവെച്ചു. വലിയ സഹനങ്ങളിലൂടെ ജോൺ ഓഫ് ദ ക്രോസ് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ഇത് ദൈവം എൻ്റെ പാപത്തിന്റെ പരിണിത ഫലമാണോ, അത് ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണോ, അങ്ങനെ ഒരു കാലഘട്ടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അപ്പോഴും ജോൺ ഓഫ് ദ ക്രോസിന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് നീ ഇത് ദൈവത്തിന് സമർപ്പിക്കുക. സഹനങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. വലിയ പ്രതിസന്ധികളിലും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് കഴിയട്ടെ. നീ ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കുക. നീ ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കുമ്പോൾ നിന്റെ സഹനത്തിന് അർത്ഥം ഉണ്ടാവും, നിന്റെ ഒറ്റപ്പെടലിന് അർത്ഥം ഉണ്ടാവും, ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾക്ക് അർത്ഥമുണ്ടാകും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായെ